വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ രണ്ടാമത്തെ ആൾക്കായുള്ള അന്വേഷണം ഇന്നും തുടരുകയാണ്. F-15 പിന്നാലെ ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് വെച്ച A-10 എയർക്രാഫ്റ്റ് തകർത്തുവെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടെയാണ് US യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുന്നത്. ഹോർമുസിന് പിന്നാലെ ബാബൽ മാൻഡേബ് കടലിടുക്കിലേക്കും ഉപരോധം ഏർപ്പെടുത്താൻ ഇറാൻ നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. അതേസമയം നിലവിലെ സംഭവവികാസങ്ങൾ നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ഇന്നും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 35-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കയുടെ F-15 യുദ്ധവിമാനത്തിലെ രണ്ടാമത്തെ ആൾക്കായി അന്വേഷണം ഇന്നും തുടരുകയാണ്. ഇതിനിടെ അമേരിക്കൻ എയർക്രാഫ്റ്റായ A-10 വാർത്തോങ് ഹോർമൂസിന് സമീപം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. വിമാനത്തിൽ നിന്നും പൈലറ്റിനെ സുരക്ഷിതമായി പുറത്തെത്തിച്ചെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ബാബൽ മാൻഡേബ് കടലിടുക്കും കൂടി ഇറാൻ ലക്ഷ്യം വെക്കുന്നുവെന്ന റിപ്പോർട്ട് കൂടി പുറത്തുവന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റേതായിരുന്നു പ്രതികരണം. ഈ കടലിടുക്കിന്റെ നിയന്ത്രണം കൂടി ഇറാൻ ഏറ്റെടുത്താൽ വാണിജ്യ ക്രൂഡ് ഓയിൽ കപ്പലുകളുടെ ഗതാഗതം കൂടുതൽ സങ്കീർണമാകും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ മേഖലയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ നടത്തുന്ന ചർച്ചകളിൽ ഇറാൻ തൃപ്തരല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇസ്ലാമാബാദിൽ US ഉദ്യോഗസ്ഥരെ കാണാൻ തയ്യാറല്ലെന്നും അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും മധ്യസ്ഥരോട് ഇറാൻ വ്യക്തമാക്കിയെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധവിമാനം തകർന്ന് കാണാതായ ആൾക്കുള്ള രക്ഷാദൌത്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടും പ്രതികരിക്കാൻ ട്രംപ് തയ്യാറായില്ല. എന്നാൽ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തടസ്സമില്ലാതെ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ ഇന്ന് കടുപ്പിച്ചു. ഇറാനിയൻ ആക്രമണത്തിൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണ് ബഹ്റിൽ 4 പേർക്ക് പരിക്കേറ്റു. സിത്രയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അബുദാബിയിൽ ഇറാനിയൻ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ഈജിപ്ഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. അതേസമയം സിറിയയിലെ ഇസ്രയേൽ അധിനിവേശ ഗോലൻ കുന്നുകൾക്ക് സമീപമുള്ള പ്രവിശ്യയിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ടാങ്കർ ആക്രമണത്തിലാണ് ഇയാൾ മരിച്ചതെന്ന് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ലെബനിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.